അറഫ മൈതാനം അഹദിൻ തിരുസ്ഥാനം ലബ്ബൈക അല്ലാഹുമ്മ വഴി ലക്ഷ്യങ്ങൾ തരുമുമ്മ നാഥാ നിന്നിൽ കൈനീട്ടുകയായി നിന്റെ നാദം കേട്ടോ. അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ബലിപെരുന്നാൾ ആശംസകൾ. നമ്മളിന്ന് പെരുന്നാളിൻ്റെ തിരക്കിലാണ്. ഭക്ഷണം കഴിച്ച് സന്തോഷിച്ചിട്ട് നമ്മൾ നമ്മുടെ കുടുംബക്കാരെയും പ്രിയപ്പെട്ടവരെയും കാണാനും വിളിക്കാനും സ്നേഹം പങ്കിടാനും ഒക്കെയുള്ള തിരക്കിൻ്റെ ഒരു സമയത്താണ്. ഹജ്ജിലാണെങ്കിൽ തിരക്കിട്ട ഹജ്ജിൻ്റെ കർമ്മങ്ങളും അവസാനിച്ചു. നമ്മുടെ കൂട്ടത്തിൽ പറയേണ്ടതുണ്ട്, 3 ലക്ഷം ആളുകൾക്ക് ഹജ്ജ് ചെയ്യാൻ കഴിയാതെ കണ്ണീരോടെ തിരിച്ചുപോയ അനുഭവം. ഒരുപാട് പ്രതീക്ഷകളോടെ ഹജ്ജിന് വന്ന ആളുകളാണ്. പക്ഷെ ആ ആളുകൾക്ക് ഹജ്ജിന് ഇഹ്റാം കെട്ടി സന്തോഷത്തോടു കൂടി വന്ന് ഇഹ്റാം വേഷത്തിൽ വന്നിട്ട് ഹജ്ജ് ചെയ്യാൻ കഴിയാതെ കണ്ണീരോടുകൂടി തിരിച്ചു പോകുന്ന 3 ലക്ഷം ആളുകളെ കുറിച്ച് നമ്മൾ അറിയേണ്ടതുണ്ട്. അതോടൊപ്പം ഹജ്ജിന് ഇന്നലെ ജംറകളിൽ കല്ലെറിയലും അവിടുന്ന് ബലി നൽകലും പിന്നീട് സഈന്റെ തവാഫ്, സഈ തവാഫ് ഇങ്ങനെയുള്ള ഒരുപാട് കർമ്മങ്ങൾ വളരെയധികം തിരക്കിട്ടൊരു ദിവസം. 3 ഹാജിമാരാണ് ഇന്നലെ പടച്ച റബ്ബിന്റെ റഹ്മത്തിലേക്ക് യാത്രയായത്. കനത്ത ചൂടാണ്, ഗംഭീര ചൂട്. 11നും 3 മണിക്കും ഇടയിൽ പുറത്തിറങ്ങരുത് എന്നാണ് ഹജ്ജിന്റെ മുത്തവ്വിഫുമാര് ഹാജിമാർക്ക് കൊടുത്ത നിർദ്ദേശം. പക്ഷേ തീരെ വയ്യാതെ പോയ 3 ആളുകളാണ് പടച്ച റബ്ബിന്റെ റഹ്മത്തിലേക്ക് യാത്ര ആയതിൽ ഒന്ന് എൻ്റെ നാടിനടുത്തുള്ള ഒരാളാണ്. എടപ്പാളുള്ള പൂക്കർത്തറ സ്കൂളിലെ ഇംഗ്ലീഷ് അധ്യാപകനായ മുനീറിന്റെ ഉമ്മ, ഉമ്മുക്കുട്ടി ഉമ്മ എന്ന് പേരുള്ള ഉമ്മുട്ടി ഉമ്മ എടപ്പാൾ തലമുണ്ടയിലാണ് ഈ ഉമ്മുട്ടി ഉമ്മയുടെ വീട്. 69 വയസ്സാണ്. ഇവര് മിനായില് ഇന്നലെ തിരക്കുള്ള ദിവസമാണ്. ഇന്നലെ ഞായറാഴ്ച വൈകിട്ടാണ് ഇവരുടെ മരണം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അള്ളാഹു വളരെ സംശുദ്ധമായിട്ട് ഹജ്ജ് കഴിഞ്ഞ് ആ ഒരു വിശുദ്ധിയോടുകൂടി പടച്ച റബ്ബിന്റെ റഹ്മത്തിലേക്ക് യാത്രയാവാൻ കഴിയാന്നുള്ളത് വലിയൊരു അനുഗ്രഹമാണ്. പ്രിയപ്പെട്ട മാതാവിനെ നഷ്ടപ്പെട്ട ആ ഒരു മകൻ മുനീർ എന്നൊരു അധ്യാപകൻ, അദ്ദേഹത്തിന്റെ ഭാര്യ ഖദീജയും ആ പൂക്കർത്തറ സ്കൂളിലെ ഒരു ഇംഗ്ലീഷ് അധ്യാപിക തന്നെയാണ്. അവരുടെ ഒരു ഉമ്മയുടെ മരണം എന്നുള്ളത് വ്യക്തിപരമായിട്ട് വല്ലാതൊരു വിഷമവും ഒരു സങ്കടമൊക്കെ ഉണ്ടാവുമെങ്കിലും അവരുടെ ഉള്ളിൽ ആത്മീയമായിട്ട് അവർക്ക് ആനന്ദിക്കുകയും അഭിമാനിക്കുകയും ചെയ്യാം. ഹജ്ജ് എന്നൊരു പിറന്ന കുഞ്ഞിന്റെ വിശുദ്ധിയോടുകൂടി തങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മ പടച്ച റബ്ബിലേക്ക് യാത്രയായി എന്നുള്ളത് നമ്മുടെ ഈ വീഡിയോ കാണുന്ന എല്ലാ ആളുകളും, ഉമ്മുട്ടി ഉമ്മയെ അറിയുന്ന ആളുകളിൽ പ്രത്യേകം കമന്റ് ചെയ്യണം. ആ ഉമ്മുട്ടി ഉമ്മ എന്ന് പേരുള്ള 69 വയസ്സുള്ള ഉമ്മാക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യണം. ആഗ്രഹിച്ചതുപോലെ എല്ലാ സ്വപ്നങ്ങളും നേടിയെടുത്ത് ഇനി പടച്ച റബ്ബിന്റെ റഹ്മത്തിലേക്ക് യാത്രയാവാമെന്ന് ആ മനസ്സ് കൊതിച്ചിട്ടുണ്ടാവും. അള്ളാഹുടെ ഖബറിടം സന്തോഷത്തിലാക്കട്ടെ, അവരുടെ ആഖിറം അള്ളാഹു വെളിച്ചമാക്കട്ടെ. അപ്പൊ നമ്മുടെ ഒരുപക്ഷെ ഈ മുനീർ മാഷിനൊക്കെ അറിയുന്ന പൂക്കർത്തറ സ്കൂളിലൊക്കെ പഠിച്ച ആളുകൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മനസ്സിലാവും ആൾ ആരാണെന്നുള്ളത്. അള്ളാഹു ആ മക്കൾക്ക് മനസ്സമാധാനവും ശാന്തിയും ക്ഷമയും അള്ളാഹു നൽകട്ടെ. കൂട്ടത്തിലൊന്ന് തിരൂരാണ്. തിരൂരിലുള്ള വളരെ ഫാർമസി ഒരു സ്ഥാപനമൊക്കെ നടത്തുന്ന, അതിൻ്റെ ഏജൻസിയൊക്കെ നടത്തുന്ന ഒരു അലവിക്കുട്ടി ഹാജി എന്നുള്ളൊരു 70 വയസ്സുകാരൻ. ഇദ്ദേഹം സർക്കാരിൻ്റെ ഹജ്ജ് ഗ്രൂപ്പിലാണ്. ഭാര്യ ഖദീജയും വന്നിട്ട് കഴിഞ്ഞ മാസം 23-ന് ഹജ്ജിന് പോയത്. അപ്പം അദ്ദേഹം മിനായിലേക്ക് പോകുന്ന വഴിയിലാണ് ഇതൊക്കെ തവാഫൊക്കെ കഴിഞ്ഞ് ഇനി മിനായിലേക്കൊന്ന് മടങ്ങേണ്ടതുണ്ടല്ലോ. ആ ഒരു മടക്കത്തിനിടയിലാണ് അദ്ദേഹം കുഴഞ്ഞു വീണത്. ഞാൻ പറഞ്ഞു, ഭയങ്കരമായ ചൂടും കാലാവസ്ഥ പ്രശ്നങ്ങളൊക്കെയാണ് നമ്മുടെ ശാരീരികമായ പ്രയാസങ്ങളും. ചില ആളുകളുടെ ഹജ്ജ് എത്രയൊക്കെ ശാരീരിക പ്രയാസങ്ങൾ ഉണ്ടെങ്കിലും ഒന്നും അറിയില്ല. അവരാ തിരക്കിൽ അങ്ങനെ ഒഴുകി അങ്ങനെ പോകും. ഹജ്ജിൻ്റെ ഒരു പ്രത്യേക അനുഭവമാണ്. ചില ആളുകൾ വല്ലാത്ത വിഷമത്തിലായി പോകും. കാരണം വിഷമം തന്നെ ശാരീരികമായ പ്രശ്നങ്ങൾ. അവരെല്ലാം ചെയ്യും, എല്ലാം കഴിഞ്ഞ് അവർ പിന്നെ അവരെ തന്നെ മറക്കാൻ തുടങ്ങും. അവരെ തന്നെ മറക്കുന്നിടത്തേക്ക് അവർ എല്ലാ കണ്ണുകളും അവർ പടച്ച റബ്ബിലേക്കായിട്ട് മാറുകയും അള്ളാഹുവിൻ്റെ റഹ്മത്തിലെത്താൻ വല്ലാതെ കൊതിക്കുകയും ചെയ്യും. ഏതായാലും വളരെ സംശുദ്ധമായൊരു മരണമാണ് ഈ തിരൂരിലുള്ള അലവിക്കുട്ടി ഹാജി എന്ന 70-കാരന് ഉണ്ടായത്. അള്ളാഹു അവരുടെ ആഖിറം വെളിച്ചമാക്കട്ടെ, ഖബറിടം അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ. അദ്ദേഹത്തിന് ഒരുപാട് മക്കളൊക്കെ ഈ ഫാർമസിയുമായി മരുന്ന് ഷോപ്പുമായിട്ട് ബന്ധപ്പെട്ട ആളുകളാണ്. നമ്മുടെ വീഡിയോ കാണുന്ന ആളുകൾക്ക് അദ്ദേഹത്തെ കുറിച്ചിട്ട്, ഈ ഒരു അലവിക്കുട്ടി ഹാജിയെ കുറിച്ചിട്ട് അറിയുന്ന ആളുകളുണ്ടെങ്കിൽ ഒന്ന് പ്രത്യേകം കമന്റ് ചെയ്യണം. ആ ഒരു ഭാര്യയുടെ ഒരു മാനസികാവസ്ഥ ആലോചിച്ചു. തൻ്റെ പ്രിയതമനും ഒന്നിച്ച് നടന്നു നീങ്ങുന്ന ഒരു രംഗം. ഇപ്പം നമ്മളൊക്കെ ഒരുപാട് വീഡിയോകളിൽ പല വീഡിയോകളും ഞാൻ കാണാണ്ടായി. തീരെ സുഖമില്ലാത്ത ഭർത്താവിനെ കൊണ്ടുപോകുന്ന ഭർത്താവിനെ കൊണ്ടുപോകുന്ന ഒരു ഭാര്യ, ഭർത്താവിനെ നടക്കാൻ വയ്യ, ആ നടക്കാൻ വയ്യാത്ത ഭർത്താവിനെ കൊണ്ടുപോകുന്ന ഒരു ഭാര്യ, പൊടുന്നനെയാണ് ആ മനുഷ്യൻ തന്നെ വീൽ ചെയറിൽ ഉന്തിക്കൊണ്ടുവന്ന് ഭാര്യക്കും ഉണ്ടാവില്ലേ വിഷമെന്ന് കരുതിയിട്ട് ആ ഭാര്യയെ ആ ഒരു വീൽ ചെയറിലാക്കിയിട്ട് ഉന്താൻ ശ്രമിക്കുന്ന ഒരു ഭർത്താവിൻ്റെ വീഡിയോ ഞാൻ കണ്ടു. അങ്ങനെ എത്ര മനോഹരമായ കാഴ്ചകൾ ആ ഹജ്ജിലുണ്ടാകും. കാരണം തിരക്കിട്ട ഹജ്ജിൻ്റെ ഒരു കർമ്മമായിരുന്നു ഇന്നലെ. അങ്ങനെ ആ ഒരു അലവിക്കുട്ടി ഹാജിയുടെ നല്ല പാതി അനുഭവിക്കുന്ന ഒരു വേദന അള്ളാഹു അവർക്ക് ക്ഷമ നൽകട്ടെ. അതോടൊപ്പം ചാവക്കാടുള്ള ഷംസുദ്ദീൻ എന്ന് പേരുള്ള ഒരു 60-കാരൻ, ഇദ്ദേഹവും
സർക്കാർ കോട്ടയിലാണ് ഹജ്ജിന് പോയി എന്ന് തോന്നുന്നത്. അദ്ദേഹവും ഇതേപോലെ മിനായിലെ തിരക്കിൻ്റെ ഒരു ദിവസത്തിൽ തന്നെയാണ് കുഴഞ്ഞു വീണ് മരിച്ചിട്ടുള്ളത്. അവിടുത്തെ ഒരു കാലാവസ്ഥയുടെ പ്രശ്നങ്ങളുണ്ട്, ശാരീരികമായ അവശതകളുടെയൊക്കെ വിഷയങ്ങൾ. ഇനിയിപ്പോൾ ഹജ്ജൊക്കെ കഴിഞ്ഞ് വന്ന ആളുകൾക്കും ഒരുപാട് ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ അതിനുശേഷം നാട്ടിൽ വന്നുണ്ട്. അങ്ങനെ ഇവിടുത്തെ കാലാവസ്ഥ അല്ലല്ലോ അവിടെ ഉള്ളത്. നമ്മൾ എത്ര ഹെൽത്തി ആണെന്ന് പറയുമ്പോഴും ചില ആളുകൾ അവിടുത്തെ അവിടെ വേറൊരു ലോകമാണ്, ഒരു മഹ്ശറയാണെന്ന് പറഞ്ഞാൽ അത് ഹജ്ജിന് പോയി വന്ന ആളുകൾക്ക് അത് ബോധ്യവും, അവരോട് സംസാരിച്ചാലും ബോധ്യവും. കാരണം അവിടുത്തെ ലോകം അങ്ങനെയാണ്, നമുക്കൊന്നും അതിന് ചെയ്യാൻ കഴിയില്ല. ഏതായാലും ഈ 3 ശംസുദ്ദീൻ എന്ന ഈ ഹാജിക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യണം. അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്തും മർഹമത്തും അള്ളാഹു പ്രദാനം ചെയ്യണം. അപ്പോൾ ഈ 3 പേരെ അറിയുന്ന ആളുകൾ, ഒരുപക്ഷെ നമ്മുടെ വീഡിയോ കാണുന്ന പല കുടുംബങ്ങളും ഈ ഒരു മരണപ്പെട്ട ആളുകളുടെ കുടുംബക്കാരുണ്ടാവാം, പരിചയക്കാരുണ്ടാവാം, അയൽവാസികളുണ്ടാവാം, പ്രിയപ്പെട്ടവരുണ്ടാകാം. അതുകൊണ്ട് നമ്മളൊരു പ്രാർത്ഥനയുടെ ഒരു ഭാഗമായിട്ടാണ് നമ്മളെല്ലാവരും ഈ പെരുന്നാൾ ദിവസം പ്രാർത്ഥനയ്ക്ക് വേഗത്തിൽ ഉത്തരം കിട്ടുന്നൊരു ദിവസമാണ്. എല്ലാവരും ആ ഒരു മരണപ്പെട്ട ആളുകൾക്ക് വേണ്ടി ദുആ ചെയ്യണം. പിന്നെ നമ്മുടെ കൂട്ടത്തിൽ ഹജ്ജിന് പോയ നിങ്ങളുടെയൊക്കെ കുടുംബക്കാരുണ്ടായിരിക്കും, എല്ലാവരും ആരോഗ്യത്തോടെ ഉണ്ടാകുന്നു പ്രതീക്ഷിക്കുന്നു. നിങ്ങളെയൊക്കെ അവിടുത്തെ ഹജ്ജിൻ്റെ കർമ്മങ്ങൾ കഴിഞ്ഞവരൊക്കെ വിളിച്ചിട്ടുണ്ടാവും. എനിക്ക് നേരിട്ട് പരിചയമുള്ള ഒരാൾ, എൻ്റെ സുഹൃത്ത് അബ്ദുൾ റഹീമിൻ്റെ ഉപ്പ കുഞ്ഞഹമ്മദ് ഹാജി, അവൻ്റെ ഉമ്മ, 2 പേരും ഹജ്ജിന് പോയിട്ടുണ്ട്. എൻ്റെ വീഡിയോ കണ്ടിരുന്ന ഒരാളാണ്. അദ്ദേഹം ഹജ്ജിന് പോയിട്ട് ഇനി വീഡിയോ കാണുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞില്ല. അദ്ദേഹം ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ സുഖമായിരിക്കുന്നു അന്വേഷിക്കുകയാണ്. അപ്പോൾ ഒരുപാട് സന്തോഷങ്ങളുണ്ട് നമുക്ക് പറയാൻ. കൂട്ടത്തിൽ വളരെ സങ്കടം തോന്നിയത് 3 ലക്ഷം പേർക്ക് ഹജ്ജ് ചെയ്യാൻ കഴിയാതെ കണ്ണീരോടുകൂടി മടങ്ങിപ്പോകേണ്ടി വന്നൊരു സന്ദർഭം ഉണ്ടായി എന്നുള്ളതാണ്. അതിന് പ്രധാന കാരണം ഹജ്ജിൻ്റെ എല്ലാ കാര്യങ്ങളും റെഡിയായിട്ട് വന്നിട്ട് സർക്കാർ സമ്മതിക്കാത്തതിനും അതൊന്നുമല്ല, ഈ അതായത് സർക്കാരിൻ്റെ അനുമതി ഇല്ലാതെ വ്യാജ രീതിയിൽ വ്യാജ നുസ്ക് കാർഡുകൾ ഉണ്ടാക്കിയിട്ട് ഹജ്ജിന് വന്നവരാണ്. ഇത്തവണയാണ് ഈ നുസ്ക് കാർഡ് എന്ന് പറയുന്ന ഒരു പുതിയ സംവിധാനം സൗദി കൊണ്ടുവന്നത്. ഇത് പ്രകാരം സർക്കാരിൻ്റെ അനുമതി ഇല്ലാതെ ഹജ്ജ് ചെയ്യാൻ പറ്റില്ല. ഇത്തരത്തിൽ സർക്കാർ അനുമതി ഇല്ലാതെ നുസ്ക് കാർഡില്ലാതെ ഹജ്ജ് ചെയ്യൽ ഹറാമാണ് എന്നാണ് സൗദിയിലെ ഗ്രാൻഡ് മുഫ്തി ഹജ്ജിന് മുൻപ് ഫത്വ ഒക്കെ കൊടുത്തിരുന്നു. പക്ഷേ കഴിഞ്ഞൊക്കെ വർഷങ്ങളിൽ ഇത്തരത്തിൽ പല രീതിയിലും സർക്കാരിനെ കബളിപ്പിച്ചിട്ടൊക്കെ ഹജ്ജിന് വരുന്ന വല്ലാതെ പ്രണയം ബാധിച്ച പടച്ചറബിനോട് ഇത്രയും ആരാധനകളോട് പ്രണയമുള്ള ഒരുപാട് പേരുണ്ടായിരുന്നു. അവർക്കൊക്കെ ഈ ഏതെങ്കിലും രീതിയിൽ വ്യാജ കാർഡൊക്കെ ഉണ്ടാക്കിയിട്ട് പോകാൻ പറ്റിയിരുന്നു. പക്ഷെ ഇത്തവണ ഭയങ്കര കർശനമായിരുന്നു. ഒരുപാട് പേരെ പിടിച്ചിട്ട് വളരെ വലിയ തുക പിഴയൊക്കെ ഈടാക്കി ചില ആളുകൾ അറസ്റ്റിലായിട്ടുണ്ട്. അതിൽ സ്വദേശികളുണ്ട്, വിദേശികളുണ്ട്. അങ്ങനെയാണ് 3 ലക്ഷം പേരെ ഈ തിരിച്ചയച്ചത്. അതായത് മക്കയിലെ മുഴുവൻ അതിർത്തികളിലും റഡാർ സംവിധാനങ്ങൾ വെച്ചിട്ട് ഒരു മനുഷ്യൻ അനുമതിയില്ലാതെ കടന്നു വരുന്നുണ്ടെങ്കിൽ ഈ റഡാറിൽ കാണും. അത് എന്നിട്ട് സുരക്ഷാ ഓഫീസിലേക്ക് എത്തും. അയാളെ പിടികൂടി ഒഴിവാക്കുന്നത് വരെ ഈ റഡാർ സംവിധാനങ്ങൾ സർക്കാർ അലേർട്ട് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അത്രയും സുരക്ഷയാണ്. ഇതനുസരിച്ചാണ് ഈ സർക്കാർ ഈ കോട്ട നൽകുക. അതായത് ഹജ്ജിന് ഈ സൗദി നൽകുന്ന കോട്ട ഇത്ര ശതമാനം 70% നമ്മുടെ രാജ്യത്താണെങ്കിൽ സർക്കാരിൻ്റെയും ബാക്കിയൊക്കെ സ്വകാര്യ കമ്പനിയുമാണ്, ഹജ്ജ് യാത്രക്കുമാണ്. അങ്ങനെ നമ്മളവിടെ പോയി കഴിഞ്ഞാൽ ഈ ഓരോ രാജ്യത്തിൻ്റെയും കോൺസുലേറ്റുകൾ കൊടുക്കുന്നത് ഈ ഹജ്ജിൻ്റെ മുത്തവിഫുമാർക്കാണ്. അതായത് ഇവരാണ് നമ്മളെ കൊണ്ട് ഹജ്ജ് ചെയ്യിക്കുന്നത്. മുൻപ് അതൊക്കെ അവിടെയുള്ള ഖുറൈശി കുടുംബങ്ങളും മറ്റൊക്കെയാണ് ഈ ഹജ്ജിൻ്റെ ചുമതല ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് അതൊക്കെ എന്താ പറയുക, ഒരു ഹജ്ജ് മിഷന് വേണ്ടി കൊടുത്തിട്ടാണ്. അപ്പോൾ ആ ഹജ്ജ് നടത്തിക്കുന്നവർ നമ്മളെ ഭക്ഷണം തരുന്നത്, വാഹനത്തിൽ കൊണ്ടുപോകുന്നത്, തിരികെ എയർപോർട്ടിൽ എത്തിക്കുന്നതൊക്കെ മുത്തവിഫുമാരാണ്. അപ്പോൾ അവരുമായിട്ടാണ് അതാത് രാജ്യങ്ങൾ കോൺസുലേറ്റ് ചെയ്തിട്ട് ഈ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. അപ്പോൾ ഈ ഒരു സംവിധാനത്തിനൊക്കെ കോട്ടം തട്ടുമെന്ന രീതിയിലാണ്, അല്ലെങ്കിൽ അവർക്കുള്ള താമസ സൗകര്യങ്ങൾ, ഭക്ഷണത്തിലൊക്കെ പ്രയാസമാവില്ലേ? ഒരു ഹാജി വന്നിട്ട് ഇങ്ങനെ ഭക്ഷണം കിട്ടാതെ, താമസ സ്ഥലം ഇല്ലാതെ ബുദ്ധിമുട്ടാവുക എന്നുള്ളത് സൗദി സർക്കാർ ഒരിക്കലും അത് അംഗീകരിക്കില്ല. അപ്പം അതുകൊണ്ടാണ് വേദനയോടെ ആണെങ്കിലും ഹജ്ജിന് വന്ന, വളരെ ആഗ്രഹത്തോടു കൂടി വന്ന ഈ ഹാജിമാരെ സർക്കാർ, അവിടുത്തെ സൗദി ഭരണകൂടം ഹജ്ജ് ചെയ്യാൻ സമ്മതിക്കാതെ പുറത്താക്കിയത്. ഇപ്പോൾ അവിടുത്തെ സംവിധാനത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അറഫ മൈതാനിയിലൊക്കെ ടെൻറ്റുകളാണ് ഇപ്പോൾ ഉള്ളത്. മുമ്പൊന്നും അത് ഉണ്ടായിരുന്നില്ല. ഇപ്പം അവിടെയൊക്കെ AC സൗകര്യമുള്ള ടെൻറ്റുകളുണ്ട്. അതോടൊപ്പം തന്നെ ആ ഒരു ദിവസം, അറഫ ദിവസം മാത്രം പ്രവർത്തിക്കുന്ന ഹോസ്പിറ്റലുകളുണ്ട്. ഇങ്ങനെ ഒരുപാട് സംവിധാനങ്ങൾ അവർ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ഉണ്ടാക്കിയതിൻ്റെയൊക്കെ ഇടയിൽ ഇത്തരത്തിൽ അനുമതി ഇല്ലാതെ ഹജ്ജിന് പോകുന്നതാണ് പ്രയാസം ഉണ്ടാക്കിയത്. പിന്നെ കൂട്ടത്തിലൊന്ന് പറയേണ്ടത്, നമ്മൾ ഇന്നലെ ഒരു 6 മണിക്കൊരു വീഡിയോ ഇട്ടിരുന്നു. ആ വീഡിയോയിൽ ഇപ്പം നമ്മൾ പെരുന്നാളാണ്, നമ്മളൊക്കെ പലരും ഭക്ഷണം കഴിച്ച് സന്തോഷമായിട്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞങ്ങളിതാ ചെമ്മീൻ ബിരിയാണിയും അതേപോലെ ചിക്കൻ ചില്ലിയും, ഇതാണ് ഇപ്പോൾ ഇവിടുത്തെ എൻ്റെ വീട്ടിലത്തെ ഒരു ഫുഡ്. ഇങ്ങനെ ഓരോരുത്തരുടെ വീട്ടിലും സുഭിക്ഷമായ ഫുഡ് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അള്ളാഹു എത്ര പട്ടിണിയിലാണെങ്കിലും നമ്മൾ ഇന്ന് പട്ടിണി കൊടുക്കൂല. കാരണം എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമ്മൾ വെച്ചുണ്ടാക്കും, അതിന് കിട്ടും. അതിൽ എനിക്ക് സങ്കടം തോന്നിയത്, എനിക്ക് ഇവിടെ ഭക്ഷണം ഇല്ല എന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് ഇട്ടിരുന്നു. അപ്പോൾ അതിൽ ഓരോരുത്തരുടെയും ഭക്ഷണത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ എനിക്ക് സന്തോഷം തോന്നി. നിങ്ങളുടെ ആ ഒരു സന്തോഷത്തിൽ ഞാനും ഒന്ന് പങ്കെടുക്കണം എന്നുള്ളത് അതിൽ പല ആളുകളും ഇട്ടിരുന്നു. അതിൽ എനിക്ക് വളരെ ഒരു സങ്കടം എന്നല്ല, അതിശയം തോന്നിയത്, നിങ്ങൾക്ക് നാണമില്ലേ മെനു എന്ന് പറഞ്ഞ് കമൻറ്റ് കൂടി പൈസ ഉണ്ടാക്കാനല്ലേ?
അവർ മരണപ്പെട്ടത് ഇത്രയും സങ്കടമുണ്ടെങ്കിൽ നാളെ നിങ്ങൾ ബിരിയാണി കഴിക്കാതിരിക്കുമോ? അപ്പോൾ രണ്ടാളുകൾ പെരുന്നാക്കുപ്പായ എടുക്കാൻ വേണ്ടി ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോകുമ്പോൾ വാഹനടിച്ച് മരിച്ചൊരു വടക്കാഞ്ചേരി സ്വദേശികളുടെ കാര്യം പറഞ്ഞിരുന്നു. അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. ലോകത്ത് ഒരുപാട് പേര് മരണപ്പെടുന്നുണ്ട്. ആ മരണപ്പെടുന്നതിനൊന്നും ആഘോഷിക്കാതിരിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ആഘോഷിക്കാൻ കഴിയില്ല. വിശ്വാസിയുടെ ഒരു ബാധ്യത മരണപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. പെരുന്നാളും ഒരു വിശ്വാസത്തിന്റെ ഭാഗമാണ്, ഒരു ആരാധനയുടെ ഭാഗമാണ്. നമ്മൾ പുതുവസ്ത്രം ധരിക്കുന്നു, ബിരിയാണി കഴിക്കുന്നു. അപ്പോൾ നമുക്കതിങ്ങനെ നിങ്ങളുടെ കമന്റ് വാങ്ങിയിട്ട് ഫ്ലാറ്റ് വാങ്ങണമെന്നല്ല. നമ്മൾ ഒരിക്കലും ഒരാളുടെ കമന്റ് അങ്ങനെ മുമ്പ് വിസാൽ മീഡിയ തുടങ്ങിയ കാലത്ത് 5ഉം 6ഉം കമന്റ് ഒക്കെ ഉണ്ടായിരുന്ന കാലത്തൊക്കെ നമ്മൾ വല്ലപ്പോഴൊക്കെ കമന്റുകൾ വായിച്ചായിരുന്നു. ഏതായാലും ഇതൊക്കെ കണ്ടപ്പോൾ തോന്നി കമന്റ് ഒന്ന് വായിക്കണം എന്ന് തന്നെ തോന്നി. ഏതായാലും എനിക്ക് കുറച്ച് നാണത്തിന്റെ കുറവുണ്ട്, ഇൻഷാ അല്ലാ. പിന്നെ സൗദാ ഹനീഫട്ട് ഒരു കമന്റാണ്, ബീഫ് ബിരിയാണിയും ചിക്കൻ പൊരിച്ചതും സേമിയോ പായസം. മാഷാ അല്ലാ, എല്ലാവിധ ആശംസകളും. അതോടൊപ്പം എന്താണ് നാസർ മാസർ ഇക്കാക്ക, ലോകത്ത് ഇത്രമാത്രം പട്ടിണിയും പ്രതിസന്ധിയുമുള്ള ജനങ്ങളുള്ളപ്പോൾ മനസ്സ് തുറന്ന് ഈദ് ആഘോഷിക്കാൻ കഴിയുന്നില്ല. ചിലർ അങ്ങനെയാണ്, ഈദ് ആഘോഷങ്ങളിലൊക്കെ അവർക്കൊരു പൊളിറ്റിക്സ് ഒക്കെ വരും. അവരൊരു മോശമായ സംഗതി ഒന്നുമില്ല. ഹജ്ജിന്റെ അറഫയിൽ ഒരു പ്രഭാഷണം നിങ്ങൾ ശ്രദ്ധിച്ചോ? ഈ ഹജ്ജിലൊരിക്കലും നിങ്ങൾ രാഷ്ട്രീയം കൊണ്ടുവരരുത്. എന്ത് രാഷ്ട്രീയമാവട്ടെ, എന്ത് പ്രതിസന്ധികളാവട്ടെ, അവിടെ നമ്മൾ ആരാധന മാത്രമേ നോക്കാവൂ. ഞാനും ആ ഒരു രീതി പിന്തുടരാനാണ് ഇഷ്ടപ്പെടുന്നത്. നമുക്ക് എന്ത് പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും പെരുന്നാൾ നമ്മുടെ ഒരു ആരാധനയുടെ ഭാഗമാണ്, വിശ്വാസത്തിന്റെ ഭാഗമാണ്. അത് നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു രീതിയിലേക്ക് നമ്മൾ കൊണ്ടുവരണം. പിന്നെ എനിക്ക് മറ്റൊന്നുള്ളത്, ചമ്മന്തിയും കഞ്ഞിയുമാണ്, തുണികളൊക്കെ പഴയ തന്നെ, എന്താ പോരെ? മാഷാ അല്ലാ, നിങ്ങളുടെ സന്തോഷമല്ലേ നമ്മുടെ സന്തോഷം. ചമ്മന്തിയും കഞ്ഞി അത്ര മോശമൊന്നും അല്ലല്ലോ, നല്ല ഫുഡാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഫുഡാണ്. പിന്നെ മറ്റൊന്ന് ഫാത്തിമ എന്ന് പറയുന്ന ഒരാൾ കമൻ്റാണ്, ചിക്കൻ ബിരിയാണിയും പായസവും നല്ല കോമ്പിനേഷനാണ്, ചിക്കൻ ബിരിയാണി. പിന്നെ വേറൊരാളുടെ പേര് ഞാൻ വായിക്കുന്നില്ല, അദ്ദേഹം അതും മുതലെടുത്ത് യൂട്യൂബ് വരുമാനം വാങ്ങി തിന്നുന്നവർ. ചക്രപാണി പന്തല്ലോ, അതാരീ ചക്രപാണി, നല്ലൊരു പേരാണല്ലേ. വിഞ്ഞിൻ്റെ പേര് ഇപ്പോൾ ചക്രപാണി എന്നായോ? മാഷാ അല്ലാ, നന്നായി. വേറൊരാള് ചെമ്മു എന്ന് പറയുന്ന ഉപ്പ, ഇൻഷാ അല്ലാ നാളെ ചിക്കൻ ബിരിയാണിയും സെമി പായസവും ഉണ്ടാക്കാനാണ് ആഗ്രഹിക്കുന്നത്. എല്ലാവർക്കും എൻ്റെ കുടുംബത്തിന് ഈദ് മുബാറക്. നമ്മളോട് പിന്നെ പായസം ഉണ്ടാക്കൽ എന്നും അത് ഇതുപോലെ ആവും, തരിക്കഞ്ഞി പോലെ ആവും. അതുകൊണ്ട് പായസം ഉണ്ടാക്കലില്ല. പിന്നെ ഇപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് പിന്നെ മോളാണ്ട് പോയിട്ടുണ്ട് വൈഫിനോട് പറയാൻ, ഞാൻ പായസത്തിന് കളിയാക്കിയിട്ടുണ്ട്. എൻ്റെ വൈഫ് പായസം ഉണ്ടാക്കിയാൽ മിക്കവാറും അത് തന്നെ ആവല്, തരിക്കഞ്ഞി ആവല്. പിന്നെ ഒരു ആമിന ആലപ്പുഴ ആമിന, അവരേത് ഞങ്ങൾക്ക് കബ്സ ഉണ്ടാക്കാനുണ്ട്. കബ്സ, ദുഃഖമുണ്ടെങ്കിലും ഭക്ഷണം ഉണ്ടാക്കി മക്കൾക്ക് കൊടുക്കണമല്ലോ. മാഷാ അല്ലാ. പിന്നെ കോഴിക്ക് 156 അല്ല 260 ഞാൻ ഞങ്ങളുടെ അവിടുത്തെ കോഴിയുടെ വിലയാണ് പറഞ്ഞത്. അവർ പക്ഷെ അവിടെ വില കൂടിയിട്ടുണ്ടാവും, നിങ്ങൾ ഇവിടെ നിന്ന് വാങ്ങിക്കോളയും. ഇവിടെ എത്ര 156 ഉള്ളൂ. പിന്നെ മറ്റൊന്ന് ഇങ്ങനെ ഒരുപാട് പേര് മരണപ്പെട്ടവർക്ക് അല്ലാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ ഒരു കമൻ്റാണ്. അപ്പോൾ ഒരുപാട് പേര് പെരുന്നാൾ ഡ്രസ്സ് എടുക്കാറില്ല, അതിനുള്ള സാമ്പത്തികം ഇല്ല. പിന്നെ ബിരിയാണി വെക്കാൻ പള്ളിയിൽ നിന്ന് ബീഫ് കറിയും അതേപോലെ ചെറുപെരുന്നാളിന് ഒരു ഡ്രസ്സും കിട്ടും. മാഷാ അല്ലാ. ഷഫിന എന്ന് പേരുള്ള ഒരാളെ കമൻ്റാണ്. അള്ളാഹു അവരുടെ ദാരിദ്ര്യങ്ങളൊക്കെ മാറ്റി സന്തോഷമുള്ളൊരവസ്ഥ ഉണ്ടാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പിന്നെ മറ്റൊരാൾ, ഞങ്ങൾക്ക് സ്പെഷ്യലൊന്നും ഇല്ല, ആഘോഷമൊന്നും ഇല്ല, അവരുടെയും കുവൈത്ത് അപകടം, ഹാജിമാരെ വേർപാട്, ഇങ്ങനെ മനസ്സിനെ വേദനിക്കുന്ന ഒരുപാട് സാധനമുണ്ട്. അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടാണ് ആ ഒരു കമൻ്റ് അവസാനിക്കുന്നത്. അപ്പോൾ ഒരുപാട് പേര് നല്ല നല്ല ഭക്ഷണങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവരൊക്കെ അത് ഉണ്ടാക്കിയിട്ട് കഴിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇൻഷാ അല്ലാ എല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്താം. പിന്നെ ഇതിൽ ഭക്ഷണം പറഞ്ഞത് അവിടെ ഇങ്ങനെ കുറച്ച് പോയാൽ അപ്പോൾ ഓക്കെ. അപ്പോൾ ഒരുപാട് പേര് നല്ല നല്ല ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കി നമ്മളിന്ന് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ പ്രാർത്ഥന ഉൾപ്പെടുത്തുക എന്നുള്ളതാണ്. മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അപ്പോൾ ഇൻഷാ അല്ലാ കൂട്ടത്തിൽ നമ്മളിന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം, ഹജ്ജ് നിർബന്ധമാക്കിയത് ഹിജറ എത്രാമത്തെ വർഷത്തിലാണെന്നുള്ളതാണ് ചോദ്യം. ഉത്തരം നിങ്ങൾ കമൻറ്റ് ചെയ്യണം. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.